വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. നാഗൽസ്മാനും സിദാനുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്ന കുറച്ച് വാർത്തകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്പർ 1 നമുക്ക് നാഗൽസ്മാനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പല ക്ലബ്ബുകളുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാൻസിനൊക്കെ പലർക്കും ആഗ്രഹമുണ്ടായിരുന്ന ഒരാളാണ് നാഗൽസ്മാനെ മാനേജറായിട്ട് കൊണ്ടുവരണം എന്നുള്ള കാര്യം. ഇപ്പോൾ മാൻ യുണൈറ്റഡ് ഫാൻസ് കുറേ പേര് ഹിപ്സ്റ്റർ സെക്ഷൻസൊക്കെ നാഗൽസ്മാന് വേണ്ടി പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിവർപൂളായിട്ട് ചെറിയ രീതിയിൽ ലിങ്ക്സ് ഉണ്ടായിരുന്നു, ബയേണായിട്ട് ഹെവിലി ലിങ്ക്സ് ഉണ്ടായിരുന്നു. പരസ്യമായിട്ടുള്ള രഹസ്യമായിരുന്നു ബയേണിനെ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുള്ള കാര്യം. അതേസമയം തന്നെ ഇന്ന് ഒരു റിപ്പോർട്ട് വായിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയേണിൻ്റെ ഹയർ ലെവലിലുള്ള അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ടോപ്പ് ലെവൽ ആൾക്കാർക്കൊന്നും തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമില്ല. പക്ഷേ അതേസമയം തന്നെ ക്രിസ്റ്റോഫ് റിയോണ്ടിനൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് പറഞ്ഞത്. ഇപ്പം എന്തായാലും നാഗൽസ്മാൻ ആ തീരുമാനമെടുത്തു. അദ്ദേഹം ജർമ്മൻ നാഷണൽ ടീമിൽ തന്നെ 2026 വരെ തുടരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലബ്ബ് ഫുട്ബോളിലേക്ക് അദ്ദേഹം തൽക്കാലം തിരിച്ചു വരില്ല. ക്ലബ്ബ് ഫുട്ബോളിൽ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ടീമായിട്ട് യാതൊരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒത്തിരി പൈസയാണ് ക്ലബ്ബ് ഫുട്ബോൾ മാനേജേഴ്സിന് കിട്ടുന്നത്. ഇപ്പോൾ തോമസ് ട്യൂഷലിന് 10 മില്യൻ്റെ അടുത്ത് സാലറി കിട്ടുന്നുണ്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പകുതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ ആയിരിക്കും നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നാഗൽസ്മാൻ ഈ ഒരു ഡിസിഷനെ പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഉള്ള ജർമ്മനിയുടെ വിജയത്തിനൊക്കെ ഫാൻസൊക്കെ ഭയങ്കരമായിട്ട് ത്രിൽഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, ആ ഒരു വൈബ് അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നാഷണൽ ടീമിൻ്റെ ഒപ്പം കൂടുതൽ സക്സസ്സിലേക്ക് പോവുക എന്നുള്ള കാര്യമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ജർമ്മനിയുടെ പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജർമ്മനിയിൽ അവർക്ക് ഫുട്ബോളിനോടുള്ള താല്പര്യം വലിയ രീതിയിൽ, അല്ലെങ്കിൽ നാഷണൽ ടീം ഫുട്ബോളിനോടുള്ള താല്പര്യം വലിയ രീതിയിൽ കുറഞ്ഞു വന്നു എന്നുള്ള തരത്തിലാണ് സ്റ്റാറ്റുകൾ പറയുന്നത്. അപ്പോൾ 2018 22 മില്യൺ ആൾക്കാരാണ് ജർമ്മനിയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ കണ്ടെങ്കിൽ 2022 ആയപ്പോഴേക്കും അത് 10 മില്യൺ ആയി. അപ്പോൾ പകുതിയായിട്ട് ചുരുങ്ങി. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ജർമ്മനി പോയപ്പോൾ അവിടെ ചെന്നപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറുപ്പക്കാർ പിള്ളേരൊന്നും അങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് നടക്കണമെന്ന് കാണണമെന്നില്ല. അപ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങളിലൊക്കെ കാറിൽ ട്രാവൽ ചെയ്തപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം കണ്ടില്ല. അതേസമയം തന്നെ UK അല്ലെങ്കിൽ സ്പെയിനിലൊക്കെ പോയ സമയത്തൊക്കെ അവിടെ മിക്കപ്പോഴും ഏതെങ്കിലും ചെറിയ ഗ്രാമങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ KG പിള്ളേർ ഫുട്ബോൾ കളിക്കുന്ന കാണാമായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ ഇവർ എവിടെയാണോ പ്രാക്ടീസ് ചെയ്യണ അവരുടെ രീതി വേറെയാണോ എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ പൊതുവേ എൻ്റെ അനിയൻ അവിടെയാണ്. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോഴാണെങ്കിലും പിള്ളേരൊന്നും അങ്ങനെ അധികം കളിക്കുന്നത് അവൻ കണ്ടിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. അവനോടുള്ള താല്പര്യം, എസ്പെഷ്യലി നാഷണൽ ടീമിനോടുള്ള താല്പര്യം പൊതുവേ ജർമ്മൻകാർക്ക് കുറഞ്ഞതായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റമൊക്കെയാണ് നാഗൽസ്മാൻ ഉദ്ദേശിക്കുന്നത്. നാഗൽസ്മാൻ നമുക്കറിയാം ചെറുപ്പക്കാരനാണ്. അപ്പോൾ വീണ്ടും ഒരു റീവൈറ്റലൈസ് ചെയ്യുക, നാഷണൽ ടീമിനെ ഒരുമിച്ച് കൊണ്ടുവരിക, രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പോൾ ആ ഒരു ടാസ്ക്കാണ് നാഗൽസ്മാൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതാണ് നാഗൽസ്മാൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അതേസമയം തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത ഇന്നലെ രാത്രി തൊട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദാൻ സിറ്റുവേഷനാണ്. അപ്പോൾ സിദാനുമായിട്ട് ബയേൺ മ്യൂണിക്ക് വളരെ വളരെ ക്ലോസ് ആയിട്ട് ഡിസ്കഷൻസൊക്കെ നടത്തുന്നുണ്ട്. അധികം വൈകാതെ സിദാൻ മാനേജറാവും എന്നുള്ള തരത്തിലൊക്കെ റിലയബിൾ അല്ലാത്ത കുറേ ന്യൂസ് ഔട്ട്ലെറ്റുകളൊക്കെ പറയുന്നുണ്ടായി. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. അതിൻ്റെ ഒപ്പം തന്നെ ലേക്യൂപ്പ് റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്. ലേക്യൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഞ്ച് സോഴ്സാണ്. അപ്പോൾ അവർ റിപ്പോർട്ട് ചെയ്ത കാര്യം മാൻ യുണൈറ്റഡിൻ്റെ സിറ്റുവേഷൻ സിദാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ബയേൺ മാൻ യുണൈറ്റഡ് എന്ന് പറയുന്ന രണ്ടൊരു ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ മൂപ്പര് മാൻ യുണൈറ്റഡ് ചൂസ് ചെയ്യുന്നൊക്കെയുള്ള കാര്യമൊക്കെയാണ് ലേക്യൂപ്പ് റിപ്പോർട്ട് ചെയ്തത്. പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുത് സാർ, ഇത് ചുമ്മാ വെറുതെ ഈ ഒരു ന്യൂസിന് വേണ്ടി കുറേ ഇൻട്രാക്ഷൻസൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പടച്ചോട്ടൊരു ന്യൂസായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിന് മുമ്പും നമുക്കറിയാവുന്നൊരു കാര്യമാണ്, സിദാൻ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിലേക്ക് വരാൻ യാതൊരു താല്പര്യമില്ല, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമില്ല, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് കൾച്ചർ ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം മുമ്പും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിദാൻ ഇംഗ്ലണ്ടിലേക്ക് വരുമോ യുണൈറ്റഡിലേക്ക് വരുമോ എന്നുള്ള അതൊക്കെ ചുമ്മാ ഒരു ആൾക്കാർക്ക് വെറുതെ ഫേക്ക് പ്രതീക്ഷകൾ കൊടുക്കാനുള്ളൊരു കാര്യം പോലെയാണ് തോന്നിയത്. സോ അൾട്ടിമേറ്റ്ലി സിദാൻ്റെ കാര്യത്തിൽ അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഡാർക്ക് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ തീരുമാനം പോലെ ഇരിക്കും, അദ്ദേഹം എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളത്. സോ വാട്ട് ഡു യു ഗൈസ് തിങ്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ടുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.